ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എളുപ്പം സാധിക്കുമായിരിക്കാം എന്ന് ഇവർ ധരിക്കുന്നു. പക്ഷേ ഇത് എവിടെയാണെങ്കിലും അവനവന് സ്വന്തമായ ഒരു കഴിവില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുക? പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിൽ പല കുട്ടികളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിടത്ത് നിങ്ങൾ ചൂഷണത്തിന് വിധേയരായി, ആ പടത്തിൽ ഒരു പക്ഷേ അവർ അവസരം തന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അടുത്തൊരു സിനിമയിൽ പോയി അവിടെയും അവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ അവിടെയും ഇതിന് വശംവദരാകും. മൂന്നാമതൊരു സ്ഥലത്ത് പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതിൻ്റെ ഒരു രീതിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതങ്ങ് തുടരും. അവസാനം ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് അവസരം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഈ പഴയ കഥകളെല്ലാം കൂടെ എടുത്ത് വരുന്ന അങ്ങനെ ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗം ശരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഈ വിഷയം യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഞാനിപ്പോൾ 50 വർഷമായി മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഈ 50 വർഷത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഒരേ ഒരാളാണ് എന്നോട് മോശമായി സംസാരിച്ചിട്ടുള്ളത്. ഞാനതിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് ഞാൻ സംസാരിച്ചു, അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ചത് തീർത്തിട്ടുമുണ്ട്. എനിക്കത് ഒന്നൊന്നും ആവാതിരുന്ന പ്രായത്തിൽ എനിക്കത് തീർക്കാൻ സാധിച്ചു. അതിനുശേഷം എന്നോട് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇവിടെ പലപ്പോഴും ഇവർ ചില ചൂഷണങ്ങൾക്ക് വിധേയരായി അവർ കാര്യം സാധിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇവർ അവസരങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ പലപ്പോഴും ഞാൻ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ടും എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അപ്പോൾ ഒരാൾക്ക് കഴിവ് വേണ്ടേ? ഇതാണോ കഴിവ്? ഇതാണോ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്? അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കൂ. ഒരു 1-2 പേർ ഇത്തരത്തിൽ മലയാള ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നവരുണ്ട്. ആ നമ്മൾ പറയില്ലേ, ഒരു പിന്നെ വലിയ പാത്രത്തിന് ഒരു തുള്ളി വിഷം മതി, ആ മൊത്തം പാത്രത്തിലെ വെള്ളം സ്പോയിലാകും. അതേ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ. അതെ അല്ലേ? ആ ഇൻഡസ്ട്രിയെ ഇന്ന് എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം. എന്നാൽ ഇതിൻ്റെ 4 ഇരട്ടി വൃത്തികേടുകൾ മറ്റെല്ലാ ഭാഷകളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടെ സിനിമയ്ക്കുള്ളിൽ ഒരു കമ്മിറ്റി വേണം എന്ന് പിന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയോ ധൈര്യമില്ല അവർക്ക്. കാരണം അത്രമാത്രം കഥകൾ പുറത്തു വരും. കാരണം വേറെ ഒന്നുമല്ല, അപ്പം സിനിമയിൽ അത്രയും മോശമാണോ എന്നല്ല. സിനിമയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാവിലെ വരുന്നു, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാം. അത് ഹോസ്പിറ്റലാണെങ്കിലും മറ്റേത് തൊഴിലിടം. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ ഒരു പടം ചിലപ്പോൾ 40-45 ദിവസം ഇവർ ഒന്നിച്ചാണ് അഭിനയിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കുറെ കൂടെ ഫ്രീഡം അധികമാണ്. അങ്ങനെയുള്ളൊരു രംഗമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയ കണ്ണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ കുറച്ചുകൂടി ഒരു വലിയ പ്ലാറ്റ്ഫോമോ തുറന്നു കൊടുക്കുന്നുണ്ടാകാം. അവിടെ നിന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, വളരെ ഈസി ആയിട്ട് തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്കൊന്നും നഷ്ടപ്പെടില്ല. ഒന്നും നഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണോ ഒരു സിനിമയിൽ അവസരം കിട്ടുക എന്നാണ്? വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം, വേറെ ജോലി ചെയ്യണം. കൈയും കാലും നല്ല സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്തും ജീവിച്ചോളാം, എനിക്ക് ഇങ്ങനെയുള്ള എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തീരുമാനിക്കണം.
ചില കുട്ടികൾ ഭയങ്കര പാഷനായിട്ട് ഇതിലേക്ക് വരും. അവർക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ അറിയില്ല എന്നാണ് അവർ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പിന്നെ നടനാവും നടിയാവും എന്നും പറഞ്ഞുകൊണ്ടാണോ ജനിക്കുന്നത്? അല്ലല്ലോ. അത് പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നു. റിയൽ സിനിമയോട് സത്യസന്ധമായ പാഷൻ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. ആർക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫേമസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സാമ്പത്തികമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, എല്ലാവർക്കും നമ്മളെ എളുപ്പം ചൂഷണം ചെയ്യാം. അതാണ് ചേച്ചി കലയെ യഥാർത്ഥ കല നമുക്കുണ്ടാവണം, കഴിവുണ്ടാവണം എന്ന് പറയുന്നതിന് അർത്ഥം. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം. മലയാള സിനിമയെ ഭരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ശരിക്കും അതൊരു മിഥ്യയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതില്ല എന്ന് ഞാൻ പറയുമൊന്നുമില്ല. അതൊക്കെ ഉണ്ട്. അതിൽ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല. നമ്മൾ ആ പട്ട ആണുങ്ങൾക്ക് മാത്രം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകളും ഉണ്ട്. പല പല രീതിയിലാണെന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ നടന്മാരെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുവിധപ്പെട്ടതിനൊരു 7 or 8 നടന്മാർ വരെ നമ്മൾ മലയാളികൾ മുഴുവൻ പറഞ്ഞ രണ്ട് പേര് എന്ന് പറയും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടി അങ്ങനെയൊന്നുമല്ല. അതല്ലാത്ത നടന്മാരുണ്ട്. എനിക്ക് ഇന്ന നായിക മതി, എനിക്ക് ഇന്ന ക്യാമറ മതി, ഇന്ന സ്ക്രിപ്റ്റ് മതി, ഇന്ന ആളുടെ കഥ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും തിയേറ്റർ മാർക്കറ്റുണ്ട്. ഇതിനെല്ലാം നിർമ്മാതാക്കളും സംവിധായകരും ഓക്കെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രമുഖരാകുന്നത്? ആർക്കൊക്കെ ഇതിൽ കൈയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കും. തിയേറ്ററുകാർക്കുണ്ട്, ചാനൽ OTT പ്ലാറ്റ്ഫോമിനുണ്ട്, പിന്നെ പ്രൊഡ്യൂസേഴ്സിനുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. എല്ലാവരും കൂടിയാണ് അവരെ പ്രമുഖരാക്കുന്നത്. അയ്യോ, അങ്ങേരില്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഒട്ടുമിക്ക നടന്മാർക്കും അങ്ങനെ സജഷൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നടിക്ക് എനിക്ക് ഇന്ന നായകൻ വേണം എന്ന് പറയാനുള്ളൊരു പവർ ഇവിടെ ഇല്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇതിൽ സ്ത്രീകൾ പ്രമുഖരാകുന്നത് എന്ന് ചോദിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ചില നടിമാർ പറയും എനിക്ക് ഇന്ന മേക്കപ്പ് മാൻ മതി, അല്ലെങ്കിൽ ഇന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അത് മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ ഇന്ന ഹെയർ ഡ്രസ്സർ മതി. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ ഡ്രസ്സറെയോ ഒരു മേക്കപ്പ് മാനെയോ അവർക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രമുഖരാണ്. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന കോസ്റ്റ്യൂമർ മതി, അവരാണ് എനിക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തരുന്നത്. ഈ ഇന്ന ഹെയർ ഡ്രസ്സർ അവർ മനോഹരമായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത്, ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അവരഭിനയിക്കുന്ന സിനിമകളിലെല്ലാം അവരായിരിക്കും. അപ്പം മറ്റവർക്ക് പണിയുണ്ടാവില്ല. അതൊക്കെ പ്രമുഖർ തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ഡബ്ബിങ്ങിൻ്റെ ഞാൻ പറയാം, നായിക ശബ്ദം മറ്റുള്ളതിലൊന്നും ഇവരാരും ഇടപെടില്ല. അതായത് നടന്മാർ അവർ പറയാറുണ്ട്, അവരുടെ ശബ്ദം വേണ്ട, നായികമാരുടെ വേണ്ടി പറയും. ആ നായിക പോലും ചിലപ്പോൾ അങ്ങനെ പറയാറില്ല, പക്ഷെ നടന്മാർ പറയും. അത് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു നടൻ തന്നെ എൻ്റെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവർ വേണ്ട, നമുക്ക് അവർ വേണ്ട ഒരുപാട് സിനിമകൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊരു വലിയ വിഷയമാക്കാതെ ഓക്കെ അതിനെന്താ എന്ന് പറഞ്ഞ് ഞാനിവിടെ വേറെ പടം ചെയ്യാതിരിക്കുന്നുണ്ടോ, ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അതിനൊന്നും നമ്മൾ കൊടി ഉയർത്തി ഇതിൻ്റെ പിന്നാലെയൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നായികയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇവിടെ ശബ്ദം കൊടുക്കുന്നത്. നായികയ്ക്ക് അവിടെ ഒരു വോയിസും ഇല്ല. ആ സിനിമയിലെ നായകനാണ് തീരുമാനിക്കുന്നത് ആർക്ക് എന്ത് ശബ്ദം കൊടുക്കണം എന്നുള്ളത്. അപ്പം അതൊരു പവർ ഗ്രൂപ്പിന്റെ ഓരോ ഇതെന്ന് പറയുന്നത് തന്നെ പവർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുടെ റോള് താരതമ്യേന കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. കയറി നിൽക്കുന്ന തീർച്ചയായിട്ടും പുരുഷന്മാർ തന്നെയാണ്. ഈ സ്ത്രീകളാണെങ്കിൽ പോലും, സ്ത്രീകൾക്ക് ഇപ്പോൾ ചേച്ചി പറഞ്ഞു, പുരുഷന്മാരെ നായകനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ അവർക്ക് അല്ലെങ്കിൽ ഒരു വോയിസ് ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടെ അവരുടെ കൂടെ അഭിനയിക്കുന്ന ബാക്കി കോ ആർട്ടിസ്റ്റുകൾ അവരാരൊക്കെ വേണം, അല്ലെങ്കിൽ എനിക്കിപ്പം ഒരാളുമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അപ്പോൾ എൻ്റെ സിനിമയിൽ അവരാണ് എൻ്റെ സിസ്റ്ററായിട്ടോ എൻ്റെ ഫ്രണ്ടായിട്ടോ വരുന്നതെങ്കിൽ അങ്ങനെയും അവരവിടെ ചെയ്യിക്കാറുണ്ടോ? അല്ലേ, ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആ സിനിമയിൽ വെക്കാൻ പാടില്ല അല്ലേ? നമുക്കറിയാം